ഹായ് ഹലോ ഇറ്റ്സ് മീ ജുമാന. വെൽക്കം ടു ജുമി ഫൈസി വ്ലോഗ്. ലക്ഷദ്വീപ് ഡയറീസിലെ ബാക്കി വീഡിയോസിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്നറിയാം. ദിസ് ഈസ് ഫോർ ഡേ 3 അറ്റ് ലക്ഷദ്വീപ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ രണ്ടുപേരും എക്സൈറ്റഡ് ആയിട്ട് ലക്ഷദ്വീപിൽ പോയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗായ്സ്, വി ആർ ഗോയിങ് ടു ഡു ദി സ്കൂബ ഡൈവിങ്. പിന്നെ അതിൻ്റെയൊക്കെ മുന്നേ ഒരാളിതാ അവിടെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയ സ്ഥലത്തിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ്. അതിനുശേഷം പിന്നെ ആൾ അവിടെ നിന്നൊക്കെ എണീറ്റോ. പിന്നെ ആൾ മണലിലൊക്കെയുള്ള സ്ഥിരം കളികൾ തുടങ്ങി. പിന്നെ നമ്മൾ മണലിൽ വെച്ച് കണ്ട ഒരു ജീവിയാണ്. ഇതൊക്കെ കുറേ കട്ടി കളിച്ചൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഗൈഡ് എടുത്ത് കാണിച്ചു തരുമായിരുന്നു. അതിനെ പിടിച്ചിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ സ്കൂബയ്ക്ക് പോകാനുള്ള സെറ്റപ്പൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാരത് സെറ്റാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഡീപ് സീയിലേക്ക് പോവുക ചെയ്തത്. നമ്മളൊരു ബോട്ടിൽ ഡീപ് സീയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുക ചെയ്തത്. ഓൾമോസ്റ്റ് 6 ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കൂബ ട്രെയിനേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങൊക്കെ ആയിട്ടായിരുന്നു അന്ന് പോയിട്ടുണ്ടായത്. അങ്ങനെ ഫസ്റ്റ് സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുക ചെയ്തത്. ഐസ്ക്ക് പറഞ്ഞു, നീ ആദ്യം പോയിട്ട് വാ, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പോവുക ചെയ്തത്. ഞാൻ ഇറങ്ങിയ സമയത്ത് ഇതാ നമ്മുടെ സീ ഇവിടെ ഗൈഡായിട്ട് നല്ല കമ്പനി ആയിട്ട് അവൾ അവിടെ ഫുൾ സെറ്റായിട്ട് കളിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഇനിയുള്ള നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച ഞങ്ങൾ കടലിൽ വെച്ച് കണ്ടതാണ്. ഇറ്റ് വാസ് വെരി നൈസ്. എങ്ങനെയാണത് പറഞ്ഞു തരേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കുറേ മീനുകളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ നടക്കുക. ഇറ്റ്സ് വെരി നൈസ്. അതുപോലെ കടലിൻ്റെ അടിയിൽ പോയി നമ്മൾ കാല് കുത്താന്നൊക്കെ പറയുന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം കാണുന്ന പോലെ ഇരുന്നു എല്ലാം. വെരി നൈസ്. എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അത്രയും മനോഹരമുള്ള ഫിഷുകളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ സ്റ്റാർ ഫിഷ് കൈ കൊണ്ട് തൊടാൻ പറ്റി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. സ്കൂബ എന്ന് പറയുന്ന സാധനം ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ വീഡിയോ ഫായസ്ക്ക് ഇറങ്ങിയതിന് ശേഷമുള്ളതാണ്. നമ്മൾ രണ്ടുപേരും 2 തവണയായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയില്ല. മോളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 തവണയായിട്ട് പോകാം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി കണ്ടോ അവർ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ സെറ്റാക്കി തന്നായിരുന്നു. നല്ല അടിപൊളി വീഡിയോസ് തന്നെ അവരെടുത്ത് തന്നു. ഗോപ്രോ യൂസ് ചെയ്തായിരുന്നു എടുത്തത്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ സ്കൂബ വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തത് കയാക്കിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി സെറ്റാവായിരുന്നു. ആദ്യം തന്നെ സീ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായെങ്കിലും അവൾ നമ്മളെ കൂടെ ഇറങ്ങി. ബട്ട് കുറച്ചങ്ങ് പോയപ്പോൾ അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അവൾക്ക് പിന്നെ എങ്ങനെയെങ്കിലും കരയ്ക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിലായിപ്പോയി. അങ്ങനെ അവളെ ഞങ്ങൾ നേരെ ഗൈഡിൻ്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം കയാക്കിങ് ചെയ്യുക ചെയ്തത്. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. If you like my video, please like, share and subscribe. Thank you for watching.